നമുക്ക് പകർന്നു തന്നത്. അതിനെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് 1924 വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന വിളംബര സന്ദേശത്തോടുകൂടി സംഘടിപ്പിച്ച സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി ആഘോഷം 1924 നടന്നപ്പോൾ, 2024 ശതാബ്ദി ആഘോഷം നടന്നപ്പോൾ ആ ആഘോഷ പരിപാടികൾ ഏറ്റെടുക്കുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറായി എന്നുള്ളതാണ്. ഞാൻ സൂചിപ്പിച്ചത് ശ്രീനാരായണ ഗുരുദേവൻ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി മുന്നോട്ട് വെച്ച മഹത്തായ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അത് പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കുന്ന ഒരു ഗവൺമെന്റാണ് ശ്രീ പിണറായി വിജയൻ അവർ നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ്. തുടർന്നും ഗുരുവിന്റെ മഹത്വപൂർണമായ മാനവിക ദർശനം പ്രചരിപ്പിക്കുവാൻ സംസ്ഥാന സർക്കാരിന് കഴിയട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ ഇവിടെ എത്തിച്ചേർന്ന സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരെ വളരെ സന്തോഷപൂർവ്വം ശിവഗിരിക്ക് വേണ്ടി തീർത്ഥാടകർക്ക് വേണ്ടി ഈ യോഗത്തിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യും. ഈ സമ്മേളനത്തിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികളാണ്. ശിവഗിരി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിന്റെ അധ്യക്ഷനായിരുന്നുകൊണ്ട് ധർമ്മ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് അക്ഷീണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സച്ചിദാനന്ദ സ്വാമികളെ വളരെ സന്തോഷപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. ഈ യോഗത്തിൽ ഇന്ന് വിശിഷ്ട അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്നത് കർണാടക മുഖ്യമന്ത്രി ശ്രീ സിദ്ധരാമയ്യ അവറുകളാണ്. സിദ്ധരാമയ്യയെ ഈ യോഗത്തിൽ എത്തിച്ചേർന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. കാരണം കഴിഞ്ഞ ഡിസംബർ 3-ാം തീയതി മംഗലാപുരത്ത് വലിയ ഒരു സമ്മേളനം സർക്കാരിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുകയുണ്ടായി. മംഗലാപുരം യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ശ്രീനാരായണ വിദ്യാപീഠത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗുരുദേവ ഗാന്ധി സമാഗമത്തിന്റെ ശതാബ്ദി ആഘോഷം അവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. 10,000-കണക്കിന് ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് സെമിനാറുകൾ സംഘടിപ്പിച്ചത്. ആ സമ്മേളനം അന്ന് ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ സിദ്ധരാമയ്യ അവരുകളായിരുന്നു. ആ സന്ദർഭത്തിൽ ശിവഗിരി മഠത്തിലെ സന്യാസിമാർ, ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് ഉൾപ്പെടെ ബഹുമാന്യനായ AICC ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ സിദ്ധരാമയ്യയോട് ഞങ്ങളൊരു അഭ്യർത്ഥന നടത്തി. 120 വർഷങ്ങൾക്ക് മുമ്പാണ് കർണാടകത്തിലെ ഭക്തന്മാർ ഗുരുദേവനെ ക്ഷണിച്ചുകൊണ്ടുപോയി കുതിരോടിൽ വിഗ്രഹപ്രതിഷ്ഠ നിർവഹിക്കപ്പെട്ടത്. അതിനുശേഷം ശിവഗിരിക്കോ അവിടെ യാതൊരു അനുബന്ധ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് കർണാടകത്തിൽ 5 ഏക്കർ ഭൂമി ഞങ്ങൾക്ക് ശിവഗിരി മഠത്തിന് വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഒരു വിസമ്മതവും കൂടാതെ അത് തരാമെന്ന് അദ്ദേഹം സമ്മതിച്ചിരിക്കുകയാണ്. അതിന്റെ പ്രഖ്യാപനം ഈ യോഗത്തിൽ തന്നെ ഉണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നുള്ള സന്തോഷം അറിയിക്കുകയാണ്. I extend a warm and cordial welcome to the Honorable Chief Minister of Karnataka, Sri Siddaramaiah, at the 23rd Shivagiri Pilgrimage meeting. ഇവിടെ വിശിഷ്ടാതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്ന സംസ്ഥാന സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ അവരുകളാണ്. ഒരു സംസ്ഥാന മന്ത്രിസഭ അംഗം എന്നതിലുപരിയായി സാമൂഹിക പ്രതിബദ്ധത ഏറ്റെടുത്തുകൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് സാമൂഹിക നന്മയ്ക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്ന
ബഹുമാന്യനായ മന്ത്രി ശ്രീ വി എൻ വാസവൻ അവരുടെ ഈ യോഗത്തിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ സമാരാധ്യനായ SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർകൾ ഇവിടെ സന്നിഹിതനായിട്ടുണ്ട്. ചരിത്രം കുറിച്ചുകൊണ്ട് ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾക്ക് പുതിയ ചരിത്രം ചാർത്തിക്കൊണ്ട് 3 പതിറ്റാണ്ടിലേറെയായി ശ്രീനാരായണ പ്രസ്ഥാനത്തെ നയിക്കുന്ന ഒരു വലിയ വ്യക്തിത്വത്തിനുടമയാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ എന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. ശ്രീനാരായണ ദർശനം നൽകുന്ന ചങ്കുറ്റമാണ് അദ്ദേഹത്തെ ഈ വഴിക്ക് നയിക്കുന്നത്. ശ്രീനാരായണ ദർശനം നമ്മെ പഠിപ്പിക്കുന്നത് തെറ്റാണെന്ന് പറയുവാനുള്ള ചങ്കുറ്റമാണ്. ആ ചങ്കുറ്റം ആരുടെയും മുഖത്തു നോക്കാതെ, കൊടിയുടെ നിറം നോക്കാതെ, വ്യക്തിയായ വ്യക്തികളെ നോക്കാതെ തെറ്റാണെന്ന് പറയുവാനുള്ള ചങ്കുറ്റത്തോടുകൂടി പ്രവർത്തിക്കുന്ന ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ അനിഷേധ്യനായ സംഘാടകൻ, അനിഷേധ്യനായ നേതാവ് എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവരെ വളരെ സന്തോഷപൂർവ്വം ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാന്യനായ ACCയുടെ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ അവർകളാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയ യുവജന പ്രസ്ഥാനത്തിലൂടെ ദേശീയ നേതൃത്വത്തിന് കേരളം നൽകിയ ഒരു സംഭാവനയാണ് ശ്രീ KC വേണുഗോപാൽ എന്ന് പറഞ്ഞാൽ അത് അധികമാകില്ല. വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെ താൻ വിശ്വസിക്കുന്ന വിശ്വാസങ്ങളെയും രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളെയുമെല്ലാം ഹൃദയത്തിലേറ്റിക്കൊണ്ട് അത് പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കുന്ന ശിവഗിരിയുടെ മാന്യമിത്രം കൂടിയായ ശ്രീ KC വേണുഗോപാൽ MPയെയും വളരെ സന്തോഷപൂർവ്വം ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്ന ശിവഗിരി ധർമ്മസംഘത്തിലെ ശ്രേഷ്ഠനായ സന്യാസി ശ്രീമദ് സൂക്ഷ്മാനന്ദ സ്വാമികളെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ആറ്റിങ്കലിന്റെ MP ശ്രീ അടൂർ പ്രകാശ് അവരെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വർക്കലയുടെ പ്രിയപ്പെട്ട MLA ശ്രീ അഡ്വക്കേറ്റ് V ജോയ് അവരെ ഈ യോഗത്തിലേക്ക് ഞാൻ